അപ്പോൾ അങ്ങനെ ഉലോഹം എന്ന് പറയുന്ന സിനിമയിൽ ജോർജ് എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ തമിഴ് ക്യാരക്ടർ അഗതി ക്യാരക്ടർ ചെയ്യാനായിട്ട്, അത് LTTയുടെ ട്രെയിനിങ്ങിനെ കുറിച്ചും LTTയുടെ ഒരു മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള കഥ പറയുന്നൊരു സിനിമയായിരുന്നു. ജയമോഹൻ സാറാണ് അതിൻ്റെ റൈറ്റർ. സുബ്രഹ്മണ്യ ശിവ നായകനായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു സിനിമ. സെക്കൻഡ് ഹീറോയാണ് ഈ ജോർജിലൂടെയാണ് അത് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെ കാസ്റ്റ് ചെയ്തു. അന്ന് മുതൽ അവരുടെ ഓഫീസിൽ ഒരു 2 നില വീടാണ്. അമീർ സാറിൻ്റെ കസിനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ 2-3 പ്രൊഡ്യൂസർമാരുണ്ട്. പിന്നെ PC ശ്രീനിവാസ് സാറിൻ്റെ അസോസിയേറ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ശ്രീനിവാസ്, അദ്ദേഹത്തിൻ്റെ പേരും ശ്രീനിവാസ് എന്നാണ്, ചീനു എന്നാണ് വിളിക്കുന്നത് ക്യാമറാമാൻ്റെ പേര്. അങ്ങനെ ഞാൻ ഈ വേറൊരു ലോകം കാണാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ നിക്കറൊക്കെ ഇട്ട് ബനീനൊക്കെ ഇട്ട് വണ്ണം കുറഞ്ഞ സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകൾ, മുടി വളർത്തി അല്ലെങ്കിൽ വേറൊരു സ്റ്റൈൽ ആളുകൾ, സ്ക്രിപ്റ്റ് ഡിസ്കഷൻ, കുറേ അസിസ്റ്റൻസ് വരുന്നു. അവർ വന്ന് അവരുടെ ഒരു ചോദ്യം ചെയ്യലും പരിപാടികളും നടക്കുന്നു. അപ്പോൾ ആകെ പതറി പേടിച്ചൊക്കെ ഇരിക്കുന്നവർ ഞാൻ പുറമെ അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ അങ്ങനെയൊക്കെ പരിങ്ങിയൊക്കെ നിൽക്കുന്നു. അങ്ങനെ പതുക്കെ അവരുടെ സംഘത്തിൽ ചേർക്കുന്നു. എന്നിട്ട് ഡയലോഗുകൾ വായിപ്പിക്കുന്നു, അത് കഥ വായിക്കുന്നു. പതുക്കെ ഷൂട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഘട്ടമായി. ചിദംബരത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഷെഡ്യൂള്. ചിദംബരത്തിലേക്ക് പോകുന്നത് ഒരു ടെമ്പോ ട്രാവലർ ചെറിയ വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയിൽ ഈ അസിസ്റ്റൻസും കുറച്ച് ഈ LTT ക്യാരക്ടറൊക്കെ ചെയ്യുന്ന കുറേ പേര്, കുറച്ച് ജൂനിയേഴ്സൊക്കെ കൂടി എക്യുപ്മെൻറ്റ്സ് ഇത് പാത്രം ഒക്കെ ഉണ്ട്. അവിടെ ചിദംബരത്ത് ഒരു ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് താമസം റെഡിയാക്കിയേക്കണേ. അപ്പോൾ റൂമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരുന്നു. നമ്മളെ ഒരു ആക്ടറായിട്ടാണ് ഇവർ ഡീൽ ചെയ്യാൻ പോണേ എന്നുള്ളൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു നാടകം ചെയ്യാൻ പോയ പ്രതിനിധിയാണ് കണ്ടത്. നമ്മൾ പോയി ഇങ്ങനെ ഹോളിൽ പാവിരിക്കുന്നു. ആ പായയുടെ തലപ്പത്ത് നമ്മുടെ ബാഗ് വയ്ക്കുന്നു. ഒരു കോമൺ ബാത്റൂം, എല്ലാവരും ക്യൂ നിന്ന് കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ക്യൂ നിൽക്കുന്നു. ഇതായിരുന്നു അവസ്ഥ. പിന്നെ കല്യാണത്തിന് ചോറ് വയ്ക്കുന്ന പോലെ അവിടെ തന്നെ ഭക്ഷണം വയ്ക്കാനായിട്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സഹായിക്കണം. പിന്നെ രാവിലെ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ ഈ അസിസ്റ്റൻ്റ് പണികൾ, അത്യാവശ്യം പണികൾ ചെയ്യണം. അത് കുറേയൊക്കെ ഞാൻ തന്നെ എടുത്ത് ചെയ്തതോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട വരുമെന്നുള്ളൊരു തോന്നൽ വന്നതോ എന്തോ കണ്ടമാനം പണി ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തു. എൻ്റെ ഭാര്യയായിട്ട് മാംഗ്ലൂർ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു അക്ഷരം പോലും, ഒരു ഡയലോഗ് പോലും ഉൾക്കൊണ്ട് പറയാനോ കഥാപാത്രമാണെന്ന് തോന്നിക്കാനോ ആ ജീവിതം അഡാപ്റ്റ് ചെയ്യാനോ കഴിവില്ലാത്ത, ബീച്ച് സൈഡിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അവൾക്ക് വെയിൽ കൊള്ളാൻ കഴിയില്ല, ചെരുപ്പില്ലാതെ നടക്കാൻ കഴിയില്ല. ഈ നടിയുടെ ഹെൽപ്പറാവേണ്ട അവസ്ഥയൊക്കെ പല സ്ഥലത്തും വന്നു. ഇവൾ ചെരുപ്പ് എവിടെയെങ്കിലും ഊരിയിടും. എന്നിട്ട് ഡേയ് ജോർജ് അത് ചപ്പലെടുത്തിട്ട് വാടാ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ നടൻ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ, എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരാളല്ലേ, എന്നെ ചെരുപ്പ് ചുമപ്പിക്കുകയാണല്ലോ എന്നുള്ള ദേഷ്യവും കരച്ചിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇവളുടെ ചെരുപ്പ് എടുക്കുക, ഇവളുടെ ബാഗുണ്ട്. അതായത് ഞങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് ഈ കപ്പൽ മറ്റേ ബോട്ട് മാർഗം ഇവിടെ തമിഴ്നാട്ടിലെത്തി വരുന്ന ഒരു സ്ട്രഗിളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ട്രഗിളായിരുന്നു എനിക്ക് ആ ഷൂട്ടിംഗ് സമയത്ത്. ഇവളുടെ ഈ പ്രോപ്പർട്ടി ചുമക്കുന്നതും ഈ ചെരുപ്പ് ചുമക്കുന്ന പണിയൊക്കെ ആയിരുന്നു.
അപ്പോൾ അത് വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സൈഡിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നന്നായി പെർഫോം ചെയ്യും. ഈ സുബ്രഹ്മണ്യ ശിവ എന്ന് പറയുന്ന ഈ സംവിധായകൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ അതാണ് ഇതാണ്, നീ ഞങ്ങൾ പറയാതെ വേറെ സിനിമ ചെയ്യരുത്. ആ സിനിമയുടെ മാനേജർ എൻ്റെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്താൽ മതി, നേരിട്ട് സംസാരിക്കേണ്ട, നിനക്ക് പെർ ഡേ ഇത്ര ലക്ഷം രൂപ വെച്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട്, അതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഒരു മായാലോകത്ത് ഉള്ള കണ്ട പണി മുഴുവൻ ചെയ്ത് ഈ എന്താ പറയുക കടലിൽ വളരെ റിസ്ക്കി ആയിട്ടുള്ള കുറേ ഷോട്ടുകളൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ ചെയ്ത് ഏകദേശം ഒരു പകുതി കാലമായി എൻ്റെ രംഗം മുഴുവനും ചിത്രീകരിച്ച് കഴിഞ്ഞു. എൻ്റെ കഥാപാത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഇതെല്ലാം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ നായികയായിട്ട് സംബന്ധിച്ച ഒരു വിഷയം അവിടെ ഉണ്ടായി. അപ്പോൾ മനസ്സിലായി ഈ നായികയ്ക്ക് എങ്ങനെയാണ് ഈ സിനിമയിൽ അവസരം കിട്ടിയത് എന്ന്. നമ്മളിങ്ങനെ പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് അല്ലെങ്കിൽ എന്നൊക്കെ പല ഓപ്ഷനുണ്ടാകും. അങ്ങനെ വരുന്നവരും ഉണ്ട്. ഈ സിനിമയ്ക്ക് അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇനി വരുന്ന കഥയിലുണ്ടത്. ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്ന സംഭവങ്ങൾ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നായികയെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാവുക, ആ വിഷയം ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല. അതിൽ വലിയ സുഖം ഞാൻ കാണാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ സിനിമ ആ ഒരു വിഷയവും അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡ്യൂസർ ഉടക്കി പോവുക, അതങ്ങനെ പകുതിക്ക് വെച്ച് താറുമാറായി. നേരെ ഇത് ഷെഡ്യൂൾ ബ്രേക്കാവുന്നു. അവിടെ നിന്ന് വണ്ടി കയറി ചെന്നൈയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഓഫീസ് വിട്ടിട്ടില്ല, എൻ്റെ താമസം അവിടെ തന്നെയാണ്. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് ഷെഡ്യൂൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൂത്തുപെട്ടറിൽ അവിടെ നിന്ന് ഇറങ്ങി ലെനിൻ സാറുമായിട്ടുള്ള കണക്ഷനും വിട്ടു. വീണ്ടും ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ഇത് പരാജയപ്പെട്ടു. വീണ്ടും വീണ്ടും അടിയിലേക്ക് പോവുകയാണെന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങി. അവിടെ നിന്ന് വിജിലിനെ വീണ്ടും സമീപിക്കുന്നു. എന്നിട്ട് അവിടെ വിജിലിൻ്റെ കൂടെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ, അതായത് സ്വന്തമായിട്ട് പാല് വാങ്ങി സ്വന്തമായിട്ട് അവരുടെ വിജിലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ ചായ വെച്ചിട്ട് സൈക്കിളും, എനിക്കൊരു സൈക്കിൾ തന്നിട്ടുണ്ട്, സൈക്കിളും ചായക്കാരനും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചായക്കാരനിൽ അത് വിറ്റ പൈസ എനിക്ക് തന്നെ എടുക്കാം. അപ്പോൾ വെളുപ്പിന് ഒരു 2:30-3 മണിക്ക് എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി ചായ കെട്ടിവെച്ച് എഗ്മോർ സ്റ്റേഷനിൽ ചേക്ക്പട്ടിയിൽ നിന്ന് എഗ്മോർ വരെ സൈക്കിൾ ചവിട്ടി സ്റ്റേഷൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിന്ന് ചായ വിറ്റ് അതിൻ്റെ പൈസ കൊണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പരാജയപ്പെട്ടു. കാരണം ഞാൻ ഈ ചേക്ക്പട്ടിയിൽ നിന്ന് എഗ്മോർ എത്തുമ്പോൾ ഈ ചായ തണുത്ത് ജ്യൂസായി കഴിയും. അത് ആരും വാങ്ങാതെയും പരാതിയൊക്കെ കിട്ടി. എൻ്റെ ചായ ഉണ്ടാക്കൽ ശരിയാവുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് മാറി അവിടെ അപ്പോൾ ഈ ആക്ടിങ് ട്രെയിനിങ് പരിപാടികൾ ഞാൻ പതുക്കെ തിയേറ്റർ ലാബിൽ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാൻ, അതായത് ജയറാവു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം ഈ കേരളത്തിലുള്ള കുറച്ച് ഗെയിമുകളൊക്കെ, തിയേറ്റർ ഗെയിമുകൾ അറിയാം. കളരി കഥകളിയുമായിട്ടുള്ള കുറച്ച് ബേസ് പരിപാടികൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പൊടിക്കൈയൊക്കെ വെച്ച് അവിടെ ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. അവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത് അവിടെ സിനിമ അഭിനയത്തിനാണ് കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ തന്നെ കാണുന്നത് കുറേ കുട്ടികൾ, കുറേ സ്റ്റുഡൻസ് ഇരിക്കുന്നു. ഇദ്ദേഹം எனக்கு ஒரு 7 வயசு இருக்கும், நான் அப்பா கூட போயிட்டுருக்கேன். டக்குன்னு ஒரு கடையில் ஒரு பரணியில் அந்த மிட்டாய் பார்த்தேன். எனக்கு இன்னும் அது வேணும்னு நான் சொன்னேன். எடா உனக்கு அதுதான் வேணுமா அப்படின்னு சொல்லி இவர் டக்குன்னு என்கிட்ட கோவப்பட ആരംഭിച്ചാർ. എനിക്ക് ഒന്നുമേ പുരിയില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ സാറും ഇവരും തമ്മിൽ, ഈ സാറിൻ്റെ ഒറിജിനൽ ജീവിതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പാവും പുള്ളയും എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ ഒരു ഭാഗമാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള അഭിനയം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രോസസ്സ്.
അപ്പോൾ ലൈവായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, സിനിമയ്ക്ക് വേണ്ട ലെൻസിന് വേണ്ട അഭിനയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് തിയേറ്റർ ലാബ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രാക്ടീസ് രീതികളൊക്കെ വളരെ വ്യത്യാസമുള്ളതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഈ ക്ലാസ്സിൽ തന്നെയാണ്. രാവിലെ ഒരു 9 മണിക്ക് ആരംഭിച്ചാൽ എക്സസൈസുകൾ, തിയേറ്റർ എക്സസൈസുകൾ, യോഗ പരിപാടി, മെഡിറ്റേഷൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എക്സ്പ്രഷൻസ്, ഇമാജിനേഷനുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ കുറച്ച് ഗെയിമുകൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേര് ബാച്ച് നമ്മളിവിടെ നടക്കുന്ന പോലെ തന്നെ ഇമ്പ്രവൈസേഷൻ. ഒരു വിഷയം തരും, അത് ഇമ്പ്രവൈസ് ചെയ്യുക, കഥയുണ്ടാക്കുക, അത് അവതരിപ്പിച്ച് കാണിക്കുക, എന്നിട്ട് അതിൻ്റെ കുറ്റം പറയുക, മീൻസ് അതിൻ്റെ പോരായ്മകൾ പറയുക, അത് ശരിയാക്കുക. ശനിയും ഞായറും ഔട്ട്ഡോർ ഉണ്ട്. ഞായറാഴ്ച ഉറപ്പായിട്ടും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ടാസ്കുകൾ കൊടുക്കുക. അതായത് ഒരു 10 പേരുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ കളക്ട് ചെയ്യുക, അതിന് 10 പേരോടും 10 വിഷയങ്ങൾ പറയുക, 10 നുണകൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ച് പൈസ വാങ്ങിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ജീവിതത്തിൽ ചെയ്ത് ഞാൻ പാസ്സായ ആളാണ്. ഞാൻ ഇതെന്ത് പരിപാടിയാണ്. അതായത് ലൈഫില്ലാത്ത ആളുകളാണ് അവിടെ കൂടുതലും വന്നിട്ടുള്ളത്. കൂടുതലും ഈ പറഞ്ഞ നമ്മളിവിടെ അമൂൽ ബേബീസ് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കിത് ഭയങ്കര ട്രീറ്റ്മെൻറ്റായിട്ട് അവർ പറയുന്നത്. ഞാനിത് മടുത്ത് പണ്ടാരടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും നല്ലതായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഒരു എന്താ പറയുക, ഒരു സുന്ദരമായ ജീവിതം സ്വപ്നം കണ്ട സിനിമയിലേക്ക് വന്നേക്കണം. അപ്പോൾ വീണ്ടും ഇവിടെ തെണ്ടിക്കണം. അതിലൊക്കെ ഞാൻ പക്കയാണ്. 10 പേരെ അല്ല 20 പേരെ പറ്റിക്കാൻ ഞാൻ തയ്യാറാണ്. എത്ര രൂപ വേണമെങ്കിലും ഉണ്ടാക്കാം. അതേപോലെ ലൈവായിട്ടുള്ള പെർഫോമൻസ് ഒന്നും എന്നെ ടാസ്ക് ചെയ്തിട്ടില്ല. പിന്നെ ബസ്സിൽ അന്ധനായിട്ട് ലൈവായിട്ട് അഭിനയിക്കുക, പിടിക്കപ്പെടാതിരിക്കുക. പിന്നെ 2 പേര് കൂടി ഹോട്ടലിൽ കയറിയിട്ട് സംസാരിച്ചുകൊണ്ട് അവർ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് 2 പേരും വാക്ക് തർക്കം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അടിയിലേക്ക് പോകരുത്, അതിനു മുമ്പ് ഇറങ്ങി വരണം. അപ്പോൾ ബഹളം ഉണ്ടാക്കി ആളുകളുടെ അറ്റൻഷൻ കിട്ടുക, ആളുകൾ ഇടപെടുക എന്ന് പറയുന്ന അവസ്ഥ വരെ കൊണ്ടുവരിക. നമ്മൾ വീടില്ല, നമ്മുടെ കൂടെ ആളൊക്കെ ഉണ്ടാവും നോക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു രീതികൾ. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. എന്നെ ക്ലാസ് എടുക്കാൻ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. സാറൊരു ചെറിയ ശമ്പളമല്ല, ഭക്ഷണത്തിനും അത്യാവശ്യം കുറച്ച് പൈസ തരാമെന്നൊക്കെ ഉള്ളൊരു ഇതായി. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എൻ്റെ ക്ലാസ് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം ഞാൻ കുറച്ച് സൈക്കോ മാസ്റ്റർ എന്നാണ് എന്നെ വിളിക്കുക. കാരണം ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. അതേപോലെ പറയുന്ന കാര്യത്തിന് ഭയങ്കര ഡീറ്റെയിലിംഗ് പറയുകയും ചെയ്ത് കാണിക്കുകയും കുറേ നമ്മളുടേതായ കുറേ വിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു തൂണുണ്ട്, ആ തൂണിലേക്ക് ഇങ്ങനെ അടിക്കണ പോലെ അടിച്ചിട്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നൊരു സീൻ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെയ്യുന്ന ആൾ എന്ത് ചെയ്തിട്ടോ അത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് വേദന എടുക്കും. ആ വേദന സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയത് ഒരു നടനാവണം, നമുക്കൊരു അർപ്പണം വേണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ഈ ഭിത്തിയിലേക്ക് ഒറ്റ അടി കാലിന് അടിച്ച് ആ അടി ശരിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല അടി കിട്ടിയ കാര്യം. പക്ഷേ അന്ന് നീരായി. പിറ്റേ ദിവസം ഞാൻ വരാൻ വൈകി. കാരണം ഈ നീരൊന്നും ഒളിപ്പിച്ചിട്ട് വേണ്ടേ വരാൻ. അപ്പോൾ പിറ്റേ ദിവസം വന്നില്ല, പിറ്റേ ദിവസം പോയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം പോയപ്പോൾ എന്നോട് ഒരു പയ്യൻ, എന്നെ മാസ്റ്റർ നിങ്ങൾ വന്നില്ല? ഇല്ല, വേറൊരു വേലയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ജയറാവു മാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളെവിടെയെങ്കിലും അടിച്ച് ഫിറ്റായിട്ട് കിടന്നിട്ടുണ്ടാവും എന്ന് മാസ്റ്റർ പറഞ്ഞു എന്ന് ഈ ചെക്കൻ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ഈ ലെനിൻ സാറിൻ്റെ മുമ്പിലും ജയറാവു മാസ്റ്ററിൻ്റെ മുമ്പിലൊന്നും മദ്യപിച്ച് പോയിട്ടേ ഇല്ല.
മദ്യപാനം കൊണ്ട് ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത തെറ്റ് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു ദേഷ്യമുണ്ട്. ഭയങ്കരമായ അത് ഞാൻ പഠിപ്പിക്കുന്ന എന്നെ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന പിള്ളേരോട് അപ്പോൾ മാഷിന് എന്നോടൊരു ഈഗോ തുടങ്ങിയോ? ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എടുക്കുന്നത് അതൊന്നും ആയിരുന്നില്ല. ഞാൻ എനിക്ക് അപ്പോൾ ഉണ്ടായ ചിന്തകൾ അതാണ്. അപ്പോൾ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് അവിടെ വർക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി. എനിക്കിങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനപ്പോൾ ഈ ക്ലാസ് അവിടെ അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈ ജയറാവ് സാറിനോടൊന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് ഫുഡും കഴിച്ചില്ല. നേരെ ഇറങ്ങി ചേക്ക്പെട്ടി പോയി. കയ്യിൽ പൈസ ഉണ്ട്. നേരെ വിജിലിൻ്റെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയും കൂടി 200 രൂപ കൊണ്ട് കടം വാങ്ങിച്ചു. ചേക്ക്പെട്ടിലെ കട്ടിങ് ഷോപ്പിൽ കയറി. കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ക്വാർട്ടർ വാങ്ങി അടിച്ചു. ഫോണിൽ ഈ സ്റ്റുഡൻസിനെ വിളിക്കാൻ തുടങ്ങി. അതിൻ്റെ ഡീറ്റെയിൽ എടുക്കാൻ തുടങ്ങി. പതുക്കെ ഭ്രാന്ത് തുടങ്ങി. ഒരു ക്വാർട്ടർ കഴിഞ്ഞു, രണ്ടാമത്തെ ക്വാർട്ടർ അടിച്ചു. ഈ ജയറാവ് മാഷിനെ വിളിച്ചിട്ട് ആച്ചാലും പൂച്ചാലും തെറി പറഞ്ഞ് താൻ കണ്ടിട്ടുണ്ടോ, ഞാൻ മദ്യപിച്ച് താൻ കണ്ടിട്ടുണ്ടോ, പിന്നെ താൻ അങ്ങനെ തമിഴിലാണ്, തനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് തെറിയാണ് പറയുന്നത്. ഞാൻ തന്നെ കാണിച്ചു തരാം, ഞാൻ മദ്യപിച്ച് എന്താണെന്ന് താൻ കാണണം, കണ്ടിട്ട് താൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേക്ക്പെട്ടിയിൽ നിന്ന് എടുത്ത ഒരു കല്ല് വടപളനി വരെ ആ കല്ലും എടുത്ത് പിച്ചും പേയും പറഞ്ഞ് വടപളനി ഈ സ്റ്റുഡിയോയിൽ എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷ തന്നിട്ടുള്ള, എന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് അഭിനയിക്കാൻ പഠിപ്പിച്ച ആ സ്റ്റുഡിയോയിലേക്ക്, അവിടെ ചുറ്റും ഗ്ലാസ്സാണ്, ഇതും കൊണ്ട് ഭ്രാന്തനെ പോലെ അടിച്ച് നല്ല കൗട്ട. എന്നാൽ വീഴൊന്നുമില്ല, ബോധം വേറെ പറയുന്നതൊക്കെ തെറിയാണ്. പിന്നെ മന്ത്രം മുഴുവനും തെറിയാണ്. അത് തമിഴിലും മലയാളത്തിലും മാറി മാറി പറയുന്നുണ്ട്. ഈ കല്ലുമായിട്ട് അവിടെ ചെന്ന് ഇദ്ദേഹത്തിനെ നേരിട്ട് മുഖാമുഖം തെറി വിളിച്ച് ഇറങ്ങി വരാൻ പറയുന്നു. ഞാൻ കുടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയാണ് ഞാൻ മദ്യപിച്ച് കഴിഞ്ഞാൽ, അല്ലാതെ മദ്യപിച്ചിട്ട് എവിടെയെങ്കിലും കാനയിൽ വീണ് കിടന്നുകൊണ്ട് വരാത്ത ആളല്ല ഞാൻ. മദ്യപിച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, ഇത് നിന്നെ കാണിക്കാൻ വേണ്ടി വന്നതാണ്, നീയൊന്നും എടാപൊടാന്നും തെറിയൊക്കെ വിളിച്ച് ആണ് അന്ന് ചെയ്തത്. അദ്ദേഹം ശരിക്കും പേടിച്ച്, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പേടിച്ച് വിറച്ചു. എൻ്റെ മദ്യപാനിക്ക് ഏറ്റവും വലിയ ലഹരി ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പേടിക്കുന്നതായിരുന്നു. കുറേ നാൾ അമ്മയെ പേടിപ്പിച്ചു. മണികണ്ഠൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടും. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഇതിലൊന്നും ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യണം. കാരണം ഇതൊക്കെ പറയുമ്പോഴേ വല്ലാത്തൊരു ഭയങ്കര എൻജോയ് ചെയ്തൊന്നും കേട്ടോ ഇത് പറയണേ, ഒട്ടും എൻജോയ് ചെയ്തതല്ല പറയണേ. പിന്നെ പെർഫോമർ ആയതുകൊണ്ട് എല്ലാത്തിനും എൻജോയ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഇദ്ദേഹം പേടിച്ച്, അവിടെ വേറെ 2-3 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അവർ വട്ടം കയറി പിടിച്ചു എന്നെ. എന്നടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കി കൊണ്ടുപോയി. ഞാൻ ചേക്ക്പെട്ടി പോയി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ചെയ്ത തെറ്റ് ഓർത്തു, വീണ്ടും കുറ്റബോധപ്പെട്ടു, കരഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ലെനിൻ സാർ അറിഞ്ഞു ഞാൻ അവിടെയും തികഞ്ഞ മദ്യപാനിയും പ്രശ്നക്കാരനുമായി. ലെനിൻ സാറിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായി. വഴികളൊക്കെ സ്വയം ബ്ലോക്കാക്കുകയാണ്, സ്വയം വഴികൾ ബ്ലോക്ക് ചെയ്യുന്നു പരിപാടിയായിരുന്നു ഈ മദ്യപാനം. എനിക്കുണ്ടായിരുന്ന ആശ്രയമാണ് ലെനിൻ സാറ്, തിയേറ്റർ ലാബ്. ഇത് രണ്ടും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സർവൈവ് ചെയ്തേ പറ്റുള്ളൂ, മുന്നോട്ട് പോകണം. അപ്പോൾ വടപളനിക്കകത്ത് തന്നെ ഒരു കുഞ്ഞു റൂം വാടകയ്ക്ക് എടുത്തിട്ട് എന്തെങ്കിലും കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം, അവിടെ തന്നെ നിൽക്കാമെന്നുള്ളൊരു പരിപാടിയിൽ അവിടെ ഒരു ചെറിയ റൂം, ആ റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ
ചെറിയ ഇടവഴിയാണ്. ഇപ്പുറത്ത് ബാത്റൂം, എൻ്റെ ഇപ്പുറത്തുകൾ 2-3 റൂമുകൾ, ഓരോ ഫാമിലി, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഹൗസ് ഓണർ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ട്രക്ചറിലുള്ളൊരു സ്ഥലം. എൻ്റെ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പാദസര കിലുക്കമുണ്ട്. എൻ്റെ ഈ മുറിയിലിരുന്ന് ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ അന്വേഷിച്ച് വട്ടച്ചെലവുണ്ടാകും. അപ്പം നമ്മുടെ ഉലോഹം സിനിമയിൽ വർക്ക് ചെയ്ത ലെനിൻ, അവിടെ ഒരു അസോസിയേറ്റ് ലെനിൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സത്യത്തിൽ വേറെന്തോ ആണ്, പുള്ളി മാറ്റിയതാണ് ലെനിൻ എന്ന്. അത് ഈ കമ്മ്യൂണിസം ഇഷ്ടപ്പെടുന്ന ഒരാളും അത് ഫോളോ ചെയ്യുന്ന ഒരാളും പിന്നെ LTT ചിന്താഗതിക്കാരനൊക്കെ, ഈ പ്രഭാകരൻ ആ ഒരു ലൈനിൽ പോകുന്ന ഒരാളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് അസോസിയേറ്റ് ഒരു ജോലിയാക്കി മാറ്റിയ ഒരാൾ. ഫുൾ ടൈം വെള്ളമാണ്, രാവിലെ തുടങ്ങുന്ന മദ്യപാനിയാണ്. അതെനിക്ക് പറ്റിയ കമ്പനിയായിരുന്നു. അപ്പോൾ പുള്ളി, ഞാൻ റൂം എടുത്തിരിക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ രാവിലെയൊക്കെ പുള്ളി എടുത്ത് പോയിരിക്കും, ഈ പറഞ്ഞ പോലെ പിരിവിട്ടോ അല്ലെങ്കിൽ പുള്ളി വാങ്ങിച്ചു വെച്ചേക്കുന്ന മദ്യം കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പതുക്കെ ഈ നമുക്ക് ഉള്ളൊരു സ്കില്ലാണല്ലോ ഈ ട്രെയിനർ, ആക്ടിങ് ട്രെയിനർ ആവാം. അപ്പോൾ ഒരു ആരുടെ കോണ്ടാക്റ്റിൽ 2 പേര് ഇങ്ങനെ ആക്ടിങ് പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്ഥലമൊന്നുമില്ല, നമുക്ക് എവിടെയെങ്കിലും പാർക്കിലോ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെയും കൊണ്ട് പാർക്കിൽ പോയിട്ട്, ആദ്യം 2 പേരായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് അവരുടെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 3-4 പേരുണ്ടെങ്കിൽ നമുക്ക് രസമായിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു സാലറി തരുന്നുണ്ട് എനിക്ക്. ഇവരെല്ലാവരും കൂടി ഒരു 10-12,000 രൂപ എനിക്ക് തരും. ഇവരെ കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ഈ പാർക്കിൽ, എനിക്ക് സ്ഥലമില്ല, അപ്പോൾ പാർക്കിൽ പോവും. പാർക്കിൽ പോയിട്ട് അവിടുത്തെ പാർക്കുകൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഫ്രീഡം ഉള്ളൊരു പാർക്കാണ്. പ്രണയിക്കുന്നവരുണ്ട്, അതേപോലെ യോഗ സെക്ഷന് ഒരു സ്ഥലമുണ്ടാവും, ജിമ്മുണ്ട്, അതേപോലെ ഷട്ടിൽ കളിക്കുന്നവരുണ്ട്, ഈ നാടകം അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോമൻസ് ഡാൻസൊക്കെ പഠിക്കാൻ അതിനുള്ളൊരു ഗ്യാപ്പുണ്ട്. അത് ചെന്നൈയിലെ ഒരുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ചെന്നൈയുടെ ഒരു പ്രത്യേകത. അവിടെയൊക്കെ ഫ്രീയുമാണ്, പൈസ വേണ്ട. പക്ഷേ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഉള്ളൂ, സെക്യൂരിറ്റി ഉണ്ടാവും, നമ്മളെ കറക്റ്റ് സമയത്ത് പുറത്താക്കുകയും ചെയ്യും. പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ സിലബസുകൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റണല്ലോ. ഇവരാരെങ്കിലും നമുക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് അല്ലെങ്കിൽ അവരെ തിയേറ്റർ പഠിപ്പിച്ചെടുക്കാൻ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവരെ വെച്ച് ഒരു 3-4 മാസം അങ്ങനെ അവരെ പറ്റിച്ചു എന്ന് തന്നെ പറയാം. ആ സമയത്ത് കൃത്യമായ പഠിപ്പിക്കാനുള്ള കയ്യിലൊന്നും. അപ്പോൾ ഈ ജയറാവു സാറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ അത്ര വലിയ ട്രെയിനറല്ല, എന്നോട് പെരുന്തച്ഛൻ ഈഗോ കയറിയതല്ല, മറിച്ച് എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു, ഞാൻ എന്തോ ആയി എന്നുള്ളൊരു തോന്നലായിരുന്നു എന്ന് എനിക്ക് ഈ 4 പേര് ശരിക്കും പഠിപ്പിച്ചു തന്നു. കരകം തലയിൽ വിട്ട് അത് ബാലൻസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ദേവിയാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മളിലൊരു ദൈവികത ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീല് നമ്മളെ കാണുന്നവർക്ക് കൊടുക്കണം. പിന്നെ ഈ ആഴി പറഞ്ഞല്ലോ, തീക്കുണ്ടം ഏകദേശം 20 അടി 21 അടി നീളമാണ്. 21 അടി നീളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം 22 അടിയാണ്. 22 അടിയാണെന്ന് തോന്നുന്നു, 21-22 അപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അളവ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അത്രയും നീളം ഈ ആഴി ഇട്ടിട്ട് അതിൽ കൂടി പോകണം.